ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു പിസ്സ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നോമ്പായതുകൊണ്ട് തന്നെ എല്ലാവരും സമൂസയും കട്ട്ലേറ്റും ഒക്കെ അല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു വെറൈറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. ഇതാകുമ്പോൾ കുറേ എണ്ണയുടെ ആവശ്യമില്ലല്ലോ, പെട്ടെന്ന് ഉണ്ടാക്കി കഴിയുകയും ചെയ്യും. അപ്പോൾ ഇതിനാദ്യം വേണ്ടത് 2 സ്പൂണ് പഞ്ചസാര, 3/4 ടീസ്പൂണ് ഈസ്റ്റ്, അതിലേക്ക് നമ്മളിതാ 1/2 കപ്പ് ചെറു ചൂടുവെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് വെക്കാം. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ മൈദയിലേക്ക് ഡയറക്റ്റ് ചേർത്താൽ മതി. ഞാനിവിടെ 2 ഡോ ഉണ്ടാക്കാനുള്ള മാവാണ് കാണിക്കുന്നത്. അതിന് 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക, നല്ല സോഫ്റ്റ് ആവണം. അപ്പോൾ 2 മണിക്കൂറെങ്കിലും നമുക്ക് മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ച് വെക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് പിസ്സ സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 3 തക്കാളിയും ഒരു 4-5 വറ്റൽമുളകും കൂടെ ഒന്ന് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ അതിന് ശേഷം നമ്മളൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം ഒരു 2-3 വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞിട്ട് അത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു ചെറിയ സവാളയും ഇതുപോലെ തന്നെ നന്നായിട്ട് വാട്ടിയെടുക്കണം. നന്നായി കുരുകുരാന്നരിഞ്ഞ സവാള ആവണം കേട്ടോ. അതും വാടിക്കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ ഞാൻ 1 സ്പൂൺ പഞ്ചസാരയും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പഞ്ചസാര വേണമെന്നില്ല, നമുക്ക് ടൊമാറ്റോ സോസ് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. 1 സ്പൂൺ നന്നായിട്ട് കുറുകി വരുന്നോളം നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം. ഈ ഒരു പാകമാകുമ്പോൾ നമുക്ക് നിർത്താം. അത് കുറച്ചൊന്നും ഇരിക്കുമ്പോൾ ഒന്നും കൂടെ കട്ടിയായിട്ട് വന്നോളും. അപ്പോൾ നമ്മുടെ മാവ് 2 മണിക്കൂർ ശേഷം അത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ മൈദപ്പൊടി തൂക്കി കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുത്തു. എന്നിട്ട് നമ്മളിത് ഏത് പാനിലാണോ ഉണ്ടാക്കുന്നത് ആ പാനിലേക്ക് ഒരു പോർഷൻ മാവ് എടുത്തിട്ട് നന്നായിട്ട് ഒരുപോലെ ഈവൻ ആയിട്ട് ഒന്ന് പരത്തി കൊടുക്കാം. സൈഡൊക്കെ ഒന്ന് പൊന്തിയിരുന്നോട്ടെ, അതൊന്നും കുഴപ്പമില്ല. അതിനുശേഷം ഇത് നമ്മൾ വേവിക്കുന്ന സമയത്ത് മാവ് പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഫുള്ള് ഹോൾസ് ഇട്ട് കൊടുക്കുക. നമ്മളൊരു ഫോർക്ക് വെച്ചിട്ട് ഹോൾ ഇട്ടാൽ മതി. അപ്പോൾ എന്നിട്ട് ഞാനിതവിടെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ട് ഞാൻ അടിയിൽ വേറൊരു പാൻ വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് വെച്ചിരുന്നത്. ഒരു ഏകദേശം ഒരു 10 മിനിറ്റുള്ളിൽ 10 മിനിറ്റ് ഒന്നും വേണ്ടി വരില്ല. തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അതിൻ്റെ ഒരു ഭാഗം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള നമുക്ക് ഈ പിസ്സ സോസ് എല്ലായിടത്തും ആവുന്ന രീതിയിലേക്ക് നമുക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മുടെ പിസ്സേൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഈ സോസാണ്. പല രീതിക്കും പലരും ഉണ്ടാക്കാറുണ്ട്. ഞാനിങ്ങനെയാണ് കുറേ ആയിട്ട് ചെയ്യാറ്. എനിക്കിങ്ങനെയാണ് ഇഷ്ടം. നല്ല ടേസ്റ്റാണ് ഈ സോസിന്. അപ്പോൾ അതിന് ശേഷം നമ്മൾ എന്തെല്ലാം വെജിറ്റബിൾസ് ആണോ കയ്യിലുള്ളത് അതൊക്കെ ആഡ് ചെയ്യാം. ഞാനിവിടെ ക്യാപ്സിക്കവും സവാളയും മാത്രമായിട്ട് എടുത്തിട്ടുള്ളത്. നമുക്കിതിൽ മഷ്റൂമൊക്കെ ആഡ് ചെയ്യാം, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ പിന്നെ ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്തു. നമ്മുടെ ചിക്കൻ പിസ്സയാണല്ലോ, അപ്പോൾ നമുക്ക് ആവശ്യം പോലെ ചിക്കനൊക്കെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ മെയിൻ സാധനം നമ്മുടെ ചീസ്. ഞാനിതവിടെ മിൽക്കി മിസ്സിൻ്റെ പിസ്സ ചീസായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് ഇഷ്ടാനുസരണം എത്രയാണോ വേണ്ടത് വെച്ചാൽ അതിട്ട് കൊടുക്കുക. അപ്പോൾ ഇനി വലിയ പരിപാടികളൊന്നുമില്ല. നമ്മുടെ പിസ്സ ബാക്കി റെഡിയാവാൻ വേണ്ടിയിട്ട് ഞാനിതാ നമ്മുടെ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. വേഗം തന്നെ റെഡിയാവും. നമ്മുടെ ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആയാൽ മതി. ആ ടൈം കൊണ്ട് തന്നെ അതിൻ്റെ അടിഭാഗം നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇതൊക്കെ കണ്ടില്ല, നല്ല അടിപൊളിയായിട്ട് ചീസൊക്കെ നന്നായിട്ട് വലിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് കറക്റ്റായിട്ട് ഫോട്ടോസും വീഡിയോസും ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഈ ടൈം ആയപ്പോൾ തന്നെ ബാങ്ക് കൊടുക്കാനായിട്ടുണ്ടായിരുന്നു. പിന്നെ വേഗമായിരുന്നു ഒക്കെ റെഡിയാക്കിയിരുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നും നമ്മൾ പൊരിക്കടികളൊക്കെ അല്ല, അപ്പോൾ ഒരു വെറൈറ്റി പിടിക്കാമല്ലോ. അപ്പോൾ എത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.